കഴക്കൂട്ടത്ത് ഹോസ്റ്റൽ മുറിയിൽ കയറിയ യുവതിയെ പീഡിപ്പിച്ച കേസിൽ ഇപ്പോൾ പ്രതിയെ കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ കൂടെ DCP ടി ഫറാസ് സാറുണ്ട്. സാർ, തമിഴ്നാട്ടിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയതെന്ന് മനസ്സിലാക്കുന്നത്. എങ്ങനെയായിരുന്നു? നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്യുന്നത് മിനിയാന്ന് രാവിലെയാണ് കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിൽ മിനിയാന്ന് പുലർച്ചെ നടന്ന ഇൻസിഡൻറ്റിന് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. ആ സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സൂചനയും പ്രതിയെ പറ്റി ഉണ്ടായിരുന്നില്ല. പ്രതി എന്ന് പറയുന്ന ആളോ അല്ലെങ്കിൽ ഒരു പേരോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. തുടർന്ന് നമ്മൾ ക്യാമറകളും അതുപോലെ തന്നെ വാഹനങ്ങളും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെന്ന് സംശയിക്കുന്ന ഒരാളിലേക്ക് നമ്മൾ എത്തുകയും തുടർന്ന് ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. സർ, നിലവിൽ പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ടോ? നിലവിൽ പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. ബാക്കി ഇനി കൂടുതലായിട്ടുള്ള അന്വേഷണങ്ങളും അതിൻ്റെ തെളിവുകൾ ശേഖരിക്കേണ്ട നടപടികളും ചെയ്യേണ്ടതായിട്ടുണ്ട്. യുവതിയുടെ മൊഴി എത്തരത്തിലുള്ളതായിരുന്നു? ഇതൊരു സെക്ഷൽ അസോൾട്ട് നടന്നതായിട്ടാണ് യുവതി മൊഴി നൽകിയിട്ടുള്ളത്. അത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അന്വേഷണം നടത്തിയിട്ടുള്ളത്. ഈ CCTV വഴിയാണല്ലോ ഈ അന്വേഷണം, CCTV കേന്ദ്രീകരിച്ചാണല്ലോ നടത്തിയത്. അപ്പോൾ തമിഴ്നാട്ടിൽ മധുരയിൽ നിന്നാണ് പിടികൂടിയതെന്ന് പറയുന്നത്. എത്തരത്തിലുള്ളൊരു അന്വേഷണമായിരുന്നു? വളരെ ദുർഘടം പിടിച്ചതായിരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം കേസ് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ഫോൺ നമ്പറില്ല, ഒരു പേരില്ല, ഒരാളില്ല, ഒരു സൂചനയുമില്ല. കംപ്ലീറ്റ്ലി നമ്മളൊരു സീറോ ആയിട്ടുള്ള ഒരു പോയിന്റിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. അതിനുശേഷം നമ്മൾ ഈ ഏരിയ കേന്ദ്രീകരിച്ച് നടത്തിയ ക്യാമറകളുടെ ഒരുപാട് ക്യാമറകൾ 50-ലധികം ക്യാമറകൾ നമ്മുടെ ഡാൻസ് ഓഫ് ടീം അടക്കമുള്ളവർ പരിശോധിക്കുകയും SHOയുടെ നേതൃത്വത്തിൽ അവിടെയുള്ള വാഹനങ്ങൾ എല്ലാം പരിശോധിക്കുകയും അങ്ങനെയാണ് നമ്മൾ സംശയിക്കുന്ന ഒരാളിലേക്ക് എത്തുകയും പിന്നീട് അയാളുടെ മൂവ്മെൻറ്റ് ട്രാക്ക് ചെയ്തിട്ടാണ് നമ്മൾ പ്രതിയെ കൺഫേമായിട്ട് പറയുന്നത്. തലസ്ഥാനത്ത് രാവിലെ ഒരു ഹോസ്റ്റൽ മുറിയിൽ ഇത്തരത്തിലൊരു ക്രൈം നടക്കുകയാണ്. അപ്പോൾ ഇത്തരം ഹോസ്റ്റലുകളിലൊക്കെ സുരക്ഷ, അത്തരത്തിലൊരു പോലീസിന് ഒരു വ്യാകുലതയുണ്ടോ ഇപ്പോൾ? നമ്മൾ കഴക്കൂട്ടം എന്ന് പറയുന്നത് തലസ്ഥാന നഗരിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. ഒരുപാട് ആളുകൾ ജോലി ചെയ്യുന്ന ഒരു ഏരിയയാണ്. ഇവിടെ ടെക്നോ കമ്പനീസ് ഒരുപാട് പേരുണ്ട്, താമസിക്കുന്നുണ്ട്. നൈറ്റ് ഷിഫ്റ്റുകളുണ്ട്, ഡേ ടൈം ഷിഫ്റ്റുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സുരക്ഷ സിറ്റി പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് ഇവിടെ സിറ്റി പോലീസ് സ്പെഷ്യലായിട്ടുള്ള പെട്രോളിങ്ങും അതുപോലെ തന്നെ ചെക്കിങ്, പിങ്ക് പെട്രോളിംഗ് എല്ലാം ഇവിടെ കേന്ദ്രീകരിച്ച് ചെയ്യുന്നുണ്ട്. അത് കൂടുതലായിട്ട് എൻഫോഴ്സ് ചെയ്യാനും അതൊന്ന് കൂടുതൽ ഇൻറ്റൻസിഫൈ ചെയ്യാനുള്ള നടപടികൾ നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. പ്രതി കഴക്കൂട്ടത്ത് കൂടുതൽ കാലം സ്റ്റേ ചെയ്തിട്ടുള്ള ഒരാളാണോ? പ്രതിക്ക് ഈ സ്ഥലവുമായിട്ടുള്ള ഒരു ബന്ധം അത്തരത്തിലുള്ള അന്വേഷണത്തിൽ എന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടോ? ഇപ്പോൾ പ്രാഥമികമായിട്ട് നമ്മൾ ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടേ ഉള്ളൂ. ഇനി ബാക്കി കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്, അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഇയാളുടെ ഫോൺ നമ്പർ കേന്ദ്രീകരിച്ചും ഇയാളുടെ മൂവ്മെൻറ്റ് കേന്ദ്രീകരിച്ചൊക്കെ നമ്മൾ അന്വേഷിക്കുമ്പോഴാണ് ഇയാൾ എത്രത്തോളം ഇവിടെ വന്നിരുന്നു എന്നുള്ള കാര്യങ്ങളും നമുക്ക് മനസ്സിലാവുള്ളൂ. ലോറി ഡ്രൈവറാണല്ലോ. നാളെ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കുമോ? ബാക്കി നടപടികൾ നമ്മൾ അതിനനുസരിച്ചുള്ള സമയക്രമം പാലിച്ചുകൊണ്ട് തന്നെ ചെയ്യുന്നതാണ്. അത്തരത്തിൽ തുടർ നടപടികൾ ഫോറൻസിക്കും അതുപോലെ തന്നെ തെളിവെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തിരിച്ചറിയൽ പരേഡും ഒക്കെ നടത്തിയതിനു ശേഷം, മെഡിക്കലും ഒക്കെ നടത്തിയതിനു ശേഷം നാളെ ആയിരിക്കും അറസ്റ്റ് രേഖപ്പെടുത്തി പ്രതിയെ കോടതിയിൽ ഹാജരാക്കുക. മറ്റു വിവരങ്ങളുമൊക്കെ നാളെ ആയിരിക്കും പുറത്തു വരിക. ക്യാമറ പേഴ്സൺ രാജീവ് രാജേന്ദ്രനോടൊപ്പം സരിസ ശോഭാചന്ദ്രൻ, മീഡിയ 1, തിരുവനന്തപുരം.